ഒന്നാമത്തെ കാര്യം, നിലമ്പൂരിലെ ജനങ്ങളെ പൂർണ്ണമായിട്ടും അവരുടെ വികാരങ്ങളെ, അവരുടെ ആവശ്യങ്ങളെ, അവരുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഞാൻ കണ്ടത്. നിലമ്പൂർ എന്ന് പറയുന്നത് കേരളത്തിലെ പിന്നെ ഈ മലയോര പ്രദേശത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെയുള്ള ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് പുറത്തു വന്നതെന്നുള്ളത്. കേരള രാഷ്ട്രീയം ഇന്ന് ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിന് ലക്ഷണമായിട്ടാണ് കാണുന്നത്. അവിടെയുള്ള പ്രശ്നം എന്താണ്? അവിടെയുള്ള കൃഷിക്കാരായിട്ടുള്ള സാധാരണ മനുഷ്യരുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം അങ്ങേയറ്റം വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന കാലമാണ്. ഇപ്പം കാലാവസ്ഥ, കേരളത്തിലെ ഏറ്റവും വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സമയമാണിത്. മലബാറിലെ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ റെഡ് ലൈനുള്ളതാണ്. എന്താണ് അവസ്ഥ? കഴിഞ്ഞ 2-3 കൊല്ലത്തിനിടയിൽ 3-ലധികം ഉരുൾപൊട്ടൽ കിടന്ന പ്രദേശമാണ്. വന്യമൃഗങ്ങളുടെ ഉപദ്രവം ഒരു ഭാഗത്തോടെയുണ്ട്. കൃഷി പൂർണ്ണമായിട്ടും നശിച്ചുപോയ ഒരു അവസ്ഥയുണ്ട്. ഇനി അഥവാ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന് വില കിട്ടാത്തൊരവസ്ഥയുണ്ട്. ഇങ്ങനെയുള്ള ജനജീവിതം അങ്ങേയറ്റം ദുഷ്കരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ഗ്രാമീണ ജീവിതത്തിന്റെ വിഷയങ്ങളോ പ്രശ്നങ്ങളോ തീരെ പരിഗണിക്കാതെ പെട്ടിയും പെട്ടിവെടുത്തവും പോലെയുള്ള വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എത്രത്തോളം അപഹാസ്യമായിട്ടൊരു അവസ്ഥയാണ് കേരള രാഷ്ട്രീയത്തിലുള്ളതെന്ന ചിന്തയാണ് എനിക്ക് ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിലെ പ്രശ്നം അവിടുത്തെ അൻവർ കുറെയൊക്കെ അത്തരം ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചുള്ള ഒരാളാണ്. ആ പ്രദേശത്ത് ജനങ്ങളുമായിട്ട് കുറെ കൂടുതൽ ബന്ധമുള്ള ഒരാളെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ആ വിഷയങ്ങൾ സംസാരിച്ച ഒരാൾ അൻവറാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അൻവർ ഒറ്റപ്പെട്ടു പോയത് കൊണ്ട് അൻവറിന് രാഷ്ട്രീയമായിട്ട് ആ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. കുറച്ച് വോട്ടുകൾ അദ്ദേഹം പിടിക്കും. എന്നിരുന്നാലും ഒരു വലിയ പരിധി വരെ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ നിന്ന് അകന്നുപോയ ഒരു തെരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ ഇതിലെ കാണുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പല വിഷയങ്ങൾ വന്നെങ്കിലും അതൊന്നും ജനങ്ങളിലേക്ക് എത്തിയിരുന്നില്ല. ഈ ഒരു മലയോര മേഖല കൂടിയായ നിലമ്പൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വന്യജീവി ആക്രമണവും അതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ എല്ലാ പ്രതിനിധികളോടും പറയുന്നത്. പക്ഷേ അപ്പോഴും ആ വിഷയങ്ങളൊന്നും ചർച്ചയാക്കാതെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു വിദ്യാർത്ഥി മരണം സംഭവിച്ചപ്പോഴും അത് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ ഈ വിഷയം കേൾക്കുമ്പോൾ? എക്സാക്ട്ലി അത് ഞാൻ പറഞ്ഞത്. അവിടെ ഉണ്ടായ പ്രശ്നം എന്താണ്? കേരളത്തിൽ നിന്നുള്ള ഒരു പ്രശ്നം, കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് തലപ്പത്തിരിക്കുന്ന ആളുകൾ, നമ്മുടെ MLA-മാരായാലും ശരി, നമ്മുടെ MP-മാരായാലും ശരി, നമ്മുടെ മന്ത്രിമാരായാലും ശരി, ഈ വിദ്വാൻമാർക്ക് ജനജീവിതവുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കേരള രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ അതും ജനങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ നേതാക്കന്മാരായിട്ട് വരുന്നു. ഈ നേതാക്കന്മാർ അവരുടേതായിട്ടുള്ള അജണ്ടകളുമായിട്ട് ജനങ്ങളെ സമീപിക്കുന്നു. അപ്പൊ ജനങ്ങളെ ഇതിന് അകന്നു നിൽക്കാണ്. ജനാധിപത്യത്തിനകത്ത് ജനങ്ങളുടെ ആധിപത്യം എന്നാണ് പറയുന്നതെങ്കിലും നേതാക്കന്മാരുടെ ആധിപത്യം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇന്ന് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ ഏറ്റവും മാരകമായ വിധം, ഏറ്റവും അപഹാസ്യമായ വിധം കേരള രാഷ്ട്രീയത്തിൽ കാണപ്പെട്ടത് എനിക്ക് തോന്നുന്നത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലാണ്. ജനജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാണ് അവിടെ വന്നത്. അത് എന്തുകൊണ്ടാണ് വന്നത്? രാഷ്ട്രീയ നേതാക്കൾ ആലോചിക്കേണ്ടത്, പാർട്ടി നേതാക്കൾ ആലോചിക്കേണ്ടതാണ്. 3 പാർട്ടികളും LDF-ഉം UDF-ഉം BJP-യും ഈ 3 പാർട്ടികളും ജനങ്ങളുടെ വിഷയങ്ങൾക്ക് ഒരു പരിഗണനയുമില്ലാതെയാണ് അവിടെ പെരുമാറിയത് എന്നതിന് ഒരു സംശയവുമില്ല. പക്ഷെ ജനങ്ങൾ വോട്ട് ചെയ്യും. ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യിച്ചാൽ ഇന്നത്തെ അവസ്ഥയിൽ ഇന്നത്തെ ഭരിക്കുന്ന വോട്ടിനോടുള്ള വിരോധം, ആ ഒരു വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ UDF-ന് അനുകൂലമായിട്ടാണ് വോട്ട് വരിക എന്നാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.